നെല്ലിന്റെ സംഭരണ വില വിതരണത്തിന് 175 കോടി രൂപ സപ്ലൈകോക്ക് അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. നിലവിൽ സംഭരണ വില വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല. സർക്കാർ സംഭരണ വില പ്രഖ്യാപിച്ച ഉടനെ ആദ്യഘട്ട വില വിതരണം ആരംഭിക്കും. ഇതിനായി സപ്ലൈകോ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. നെല്ല് സംഭരണത്തിൽ സംസ്ഥാന പ്രോത്സാഹന ബോണസ് നൽകാൻ നടപ്പ് സാമ്പത്തിക വർഷം വകയിരുത്തിയ തുകയിൽ നിന്നാണ് തുക അനുവദിച്ചിട്ടുള്ളത്. ഈ തുക മുൻകാല വായ്പാ വിഹിതത്തിലേക്ക് സപ്ലൈകോ നൽകുന്നതോടെ തതുല്യമായ തുക ബാങ്ക് കൺസോർഷ്യം നിലവിലെ വിതരണത്തിനായി PRS വായ്പാ ഇനത്തിൽ അനുവദിക്കും. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ കാലാവധി അവസാനിച്ചാൽ ഉടൻ നെല്ലിന്റെ സംഭരണ വില പ്രഖ്യാപിക്കാനാണ് സാധ്യത. പെരുമാറ്റച്ചട്ടം തിങ്കളാഴ്ച അവസാനിക്കുന്നു. ഈ സാഹചര്യത്തിൽ അടുത്ത ദിവസം തന്നെ വില പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ. പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ ഒന്നാം വിള നെല്ല് സംഭരണം അന്തിമഘട്ടത്തിലാണ്. കേന്ദ്ര സർക്കാർ നെല്ലിന്റെ താങ്ങുവില കിലോയ്ക്ക് ₹1.17 വർദ്ധിപ്പിച്ച് 23 രൂപയാക്കിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനം സ്വന്തം പ്രോത്സാഹന ബോണസ് ഉയർത്തുന്നതിൽ ഇതുവരെ അനുകൂല തീരുമാനമെടുത്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ സീസണിൽ സംഭരണ വിലയായ കിലോയ്ക്ക് ₹28.20 ഇത്തവണയും നെല്ല് സംഭരിക്കുക. അങ്ങനെയെങ്കിൽ സംസ്ഥാനം ഇപ്പോൾ കൃഷിക്കാർക്ക് നൽകുന്ന പ്രോത്സാഹന വിഹിതം കിലോയ്ക്ക് ₹6.37 നിന്ന് ₹5.20 കുറയും. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ ഉടൻ നെല്ലിന്റെ വില പ്രഖ്യാപിക്കുമെന്നും നിലവിൽ കിലോയ്ക്ക് ₹27.20 കുറയാത്ത വില നൽകാനുമാണ് സാധ്യത. ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നെല്ലിന്റെ താങ്ങുവില ഉയർത്തുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു. ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടി വിലയിരുത്തി എങ്ങനെ നെല്ലിന്റെ വില ഉയർത്തുമെന്ന് കാത്തിരിക്കുകയാണ് കർഷകർ. അതേസമയം ഇതുവരെ തുക ഉയർത്തിയെന്ന സൂചനകളൊന്നും സർക്കാർ നൽകാത്തതിനാൽ കഴിഞ്ഞ സീസണിൽ നൽകിയ വില തന്നെ നൽകാനാണ് സാധ്യത. UTV ന്യൂസ്, പാലക്കാട്.